നമസ്കാരം, ഞാൻ ഫർസാന, ഡയറ്റീഷ്യനാണ്. നൈൽ ഹോസ്പിറ്റൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളൊരു ഡെലിവറി കഴിഞ്ഞ ഒരു വുമൺസിന് അത്യാവശ്യം വേണ്ടതാണ് കലോറിയും പ്രോട്ടീനും. അവരെടുക്കുന്ന ഫുഡിനേക്കാളും ഒരു 300 or 400 കലോറീസ് മോർ ദാൻ അവരെടുക്കണം ഡയറ്റിൽ. നമ്മളൊരിക്കലും അപ്പോൾ വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾ ഡയറ്റോ ഒന്നും നോക്കരുത്. കാരണം അവരെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇതിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും 3 നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഫുഡ് എടുക്കാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ. ഈ 3 നേരത്തും നമ്മൾ ഹാഫ് കപ്പ് പ്രോട്ടീനെങ്കിലും ഉൾപ്പെടുത്തണം. നമുക്ക് പ്രോട്ടീൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ, വൻപയർ, എല്ലാ പൾസസ് ഫോമും പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ചിക്കൻ, ഫിഷും എഗ്ഗൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എഗ് വൈറ്റ് ആയിരിക്കണം മോർ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ബോയിൽഡ് ഫോമോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീംഡ് ഫോമായിട്ടുള്ള ചിക്കനോ ഫിഷോ ആണ് എടുക്കേണ്ടത്. ഒരുപാട് ഓയിലി കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്, സ്പൈസസ് കണ്ടൻറ്റ് എപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ടീ ആൻഡ് കോഫി എടുക്കുമ്പോൾ 1 മന്ത് കംപ്ലീറ്റ് അതൊന്ന് ലിമിറ്റ് ആയിരിക്കണം നല്ലത്. കാരണം ടീ ആൻഡ് കോഫിയുടെ എമൗണ്ട് നന്നായിട്ട് ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും. 1 മന്ത് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. കാരണം അത് അയണിൻ്റെ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാനും ബേബി നമുക്ക് ബ്രസ്റ്റ് മിൽക്കിനോട് റിജക്ഷൻ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കഴിഞ്ഞ് ഒരു 10-11 മണി സമയത്ത് മിഡ് മോർണിംഗ് സ്നാക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സോ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങിനായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. ലഞ്ച് എപ്പോഴും ഒരു 1 മണി 1:30 ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ഡൈജഷനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ അറ്റ് എ ടൈം എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരുപാടാവരുത്, കുറേശ്ശെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക. മിൽക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പാടം മാറ്റിയിട്ടുള്ള രീതിയിൽ വേണം മിൽക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഡിന്നർ എപ്പോഴും ഒരു 8:30-8ൻ്റെ ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ലേറ്റായിട്ട് ഒരിക്കലും ഡിന്നർ ഫിനിഷ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചേക്ക് നമ്മൾ കിടക്കാനും പാടില്ല. അത് ഡൈജഷൻ്റെ നന്നായിട്ട് ബാധിക്കും. ഭക്ഷണം കഴിച്ചേക്ക് എടുത്തു കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ഒരു 4 ബദാമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ കുടിച്ച് കിടന്നാൽ അത് പിറ്റേ ദിവസം രാവിലെ വരെയുള്ള നമ്മളെ ബോഡി എംപ്റ്റിനെസ്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ വുമൺസ് എപ്പോഴും ഒരു 2 to 3 ലിറ്റർ വെള്ളം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഡീഹൈഡ്രേഷൻ ഒരിക്കലും വരാൻ പാടില്ല. ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് കലോറിയും പ്രോട്ടീനും വേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടേക്ക് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡും അതിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിനായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. താങ്ക് യു.